ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹേഷ് ആ ഒരു ഗുണ്ടയെ പിടിച്ചിരിക്കുകയാണ്. ഗുണ്ടയെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയാണ്, ആരാണ് ഇതിന് പിന്നിൽ, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സുമി വഴിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. സുമിയാണ് എനിക്ക് ആ വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നത് എന്ന് പറയുകയാണ്. എടാ, ആ വ്യക്തി എന്ന് പറയുന്നത് ആകാശ് മേനോൻ അല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സർ, ആകാശ് മേനോൻ അല്ല സർ, അതൊരു ലേഡിയായിരുന്നു. ആ ലേഡിയുടെ പേര് രചന എന്നാണ്. ഇത് കേട്ടതും മഹേഷ് ആകെ ഞെട്ടിപ്പോവാണ്. എന്താ നീ പറഞ്ഞത്? അതെ സർ, രചന എന്നാണ് പേര്. ഈ രചന വഴിയാണ് എനിക്ക് പണം തന്നതും അവർ തന്നെയാണ് എനിക്ക് കൊട്ടേഷൻ തന്നതും ഒക്കെ. അങ്ങനെ വിശദമായ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. സാർ, ഇനിയിപ്പോൾ സാർ എന്നെ പോലീസിൽ ഏൽപ്പിച്ചാലും എനിക്ക് ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ല സാർ എന്ന് കേട്ടപ്പോൾ നമ്മുടെ മഹേഷ് ചങ്കിന് നോക്കി ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ് ഇയാളാണെങ്കിൽ അതോടെ അയാളുടെ ബോധവും പോയി. അങ്ങനെ ഇഷിതയെ കാണിക്കുകയാണ്. ഇഷിത റൂമിലിരുന്ന് ഓരോ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് ഭയങ്കര ധൃതിക്ക് കയറി വന്ന് വെള്ളം കളകളാന്നിങ്ങനെ കുടിക്കണം. മഹേഷേ, ഇത് എത്ര നേരം ഇത് എവിടെയായിരുന്നു? ഞാൻ മഹേഷിനെ ഫോണിൽ വിളിച്ചായിരുന്നല്ലോ, കിട്ടിയതുമില്ല. എവിടെയായിരുന്നു? അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മഹേഷിൻ്റെ മേത്ത് മുഴുവൻ ഇങ്ങനെ ചെളിയാ, ഷർട്ടിൽ മുഴുവൻ ചെളിയായിരിക്കണം. അപ്പോൾ ഇഷിതയ്ക്ക് ഒരു സംശയം തോന്നി. അപ്പോൾ ഇഷിത നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, മഹേഷ് എന്ത് പറ്റി? ഇതെന്താ ഡ്രസ്സൊക്കെ അപ്പടി കൂറ കളറായിട്ടിരിക്കുന്നല്ലോ? മഹേഷേ, ഇത് അടിപിടി കൂടിയ ലക്ഷണമാണല്ലോ. ആകാശ് മേനോനായിട്ട് അടിപിടി കൂടിയോ? സത്യം പറ മഹേഷേ, എന്താ സംഭവിച്ചത്? അടിപിടി കൂടിയ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എന്താ ഉണ്ടായത്? ഞാൻ ആകാശ് മേനോനായിട്ടൊന്നും അടിപിടി കൂടിയിട്ടില്ല. ഞാൻ ഇന്നവനെ കണ്ടിട്ട് പോലുമില്ല. പിന്നെന്താ സംഭവിച്ചത്? പിന്നെന്താ സംഭവിച്ചെന്ന് പറ. ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കില്ലട്ടാ മഹേഷേ എന്നിങ്ങനെ ഇഷിത പറയാ. അതെ, ഈ ആക്സിഡൻറ്റിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തി എന്ന് പറയാണ്. ഇട്ടപ്പോഴേക്കും ആരാ മഹേഷേ? ഞാൻ അവനെ പിടിച്ചു, പ്രാഞ്ചീനെ. അവനെ തല്ലി ചതച്ച് അവൻ്റെ വായിൽ തന്നെ സത്യങ്ങൾ വരയിപ്പിച്ചു ഞാൻ. അപ്പം ഇത് കേട്ടപ്പോഴേക്കും എന്താ, ആരാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് മറ്റാരുമല്ല, രചന. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രചനയോ? ഇത് കേട്ട് നമ്മുടെ ഇഷിതാകെ ഞെട്ടിപ്പോവാണ്. അതെ, രചന തന്നെ. തന്നെ കൊല്ലാനായിട്ടാണ് ശ്രമിച്ചത്. അവള് പക്ഷേ ചെന്ന് കയറിയത് ഞാനും. അതുകൊണ്ട് അവൾക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓഹോ, അങ്ങനെയാണ് സംഭവങ്ങളല്ലേ? അപ്പോൾ അതുകൊണ്ടാ മഹേഷിന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഹോസ്പിറ്റലിൽ അവള് ഉടനെ തന്നെ എത്തിയത്. ആദ്യത്തേത് അവളല്ലേ. ഇപ്പോഴാ കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലാകുന്നത് മഹേഷേ. അല്ല, അവളെന്തിനാണെന്ന് എന്നെ ഇല്ലാതാക്കുന്നത്? എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവൾക്ക് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾക്കുണ്ട് ലക്ഷ്യങ്ങളുണ്ടല്ലോ. എടോ, തന്നെ ഇല്ലാതാക്കിയിട്ട് അവൾക്ക് എൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കണം. അതിനു വേണ്ടിയാണ് അവളുടെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യങ്ങൾ പാളിപ്പോയപ്പോൾ അവൾ ആകെ തകർന്നു. അങ്ങനെ അവൾ എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നു പരിചരിച്ചു. അതൊക്കെ അവളുടെ വെറും നാടകമായിരുന്നു. അപ്പം ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും ഇഷിതയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒരു ഉളുപ്പും ഇല്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ എങ്ങനെയാ മഹേഷിനെ ചികിത്സിച്ച് അവൾ മഹേഷിൻ്റെ കൂടെ തന്നെ നിന്നത്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മഹേഷേ. അതാണ് അവൾക്കേ വഞ്ചിക്കാനും ചതിക്കാനൊക്കെ നന്നായിട്ട് തന്നെ അറിയാം ഇഷിത. പക്ഷേ അവളെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അവരുടെ വീട്ടിൽ പോയായിരുന്നോ? കാര്യങ്ങളെല്ലാം ചോദിച്ചു മഹേഷ്. ഞാൻ പോയിട്ടില്ല. ആദ്യമുള്ളപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അവൻ സത്യങ്ങൾ അറിയില്ലേ. അവൻ്റെ അമ്മ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നോക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതു മകന് സഹിക്കാനാവും ഇഷിത? അത് മഹേഷ് പറഞ്ഞ സത്യം തന്നെയാ. ദൈവത്തോർത്ത് അവൻ്റെ മുന്നിൽ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. അതെല്ലാം വിട്ടേര്. നമുക്ക് നമ്മുടെ പിള്ളേരുടെ ജീവിതമല്ല ഏറ്റവും മുഖ്യം. ഒരു ആൺകുട്ടിയാണ് അവന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ പോലും ആശ്വസിക്കാനായിട്ട് കഴിയില്ല. അവൻ വിട്ടടിച്ചു പോകും. പിന്നെ അവനെ കാണാൻ പോലും നമുക്ക് കിട്ടില്ല മഹേഷേ. അതുകൊണ്ട് നമുക്കതെല്ലാം മറന്നേക്കാം. ഇല്ലടോ, ഞാനങ്ങനെ മറക്കാൻ പോകുന്നില്ല. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ അവൾ ലക്ഷ്യമാക്കിയത് തന്നെയാണ് ഇഷിത. തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളോട് എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയോ? പൊറുക്കാനായിട്ട് കഴിയോ? ഒരിക്കലും ഞാനത് മറക്കില്ല ഇഷിത. ഞാൻ പോകുന്നുണ്ട് നാളെ. നമ്മുടെ ആദിമോൻ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ഏതായാലും ആ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. പൊളിച്ചടുക്കുന്നുണ്ടേ എല്ലാം. നാളെ രാവിലെ ഒന്നാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് നേരെ ആകാശ് മേനോൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. ഓടി അങ്ങോട്ട് പെരക്കാത്തോട്ട് കയറിയിട്ട്
കയറി കഴിഞ്ഞപ്പോഴേക്കും എടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഹലോ, എന്താ എന്താ മഹേഷേ, ഭയങ്കര ധൃതിക്കാണല്ലോ വരുന്നത് എന്ന് ആകാശ് ചോദിക്കാം. എവിടെടാ നിന്റെ മറ്റവള് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ, ഹലോ ധാരയാ, ഇതെൻ്റെ വീടാണ്, മഹേഷിൻ്റെ വീടല്ല. നിങ്ങൾ ഇവിടെ ആരെ തിരക്കി വന്നാണ്? നിന്റെ നീ ചെലവൊക്കെ കൊടുത്ത് പോറ്റുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ, അവളെ വിളിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, മനസ്സിലായി. ആദ്യ ഭാര്യയല്ലേ, മഹേഷിൻ്റെ ആദ്യ ഭാര്യയെ വീണ്ടും ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു മഹേഷേ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ രചനയുടെ വരവ്. രചന മഹേഷിൻ്റെ ആ ഒരു ഇരിപ്പൊക്കെ കണ്ടപ്പോഴേക്കാകെ പേടിച്ചു പോയി. അപ്പോൾ മഹേഷ് പറയാണ്, എടാ അവൾ ആർക്ക് വേണോടാ, കാണിച്ചു കൊടുക്കുക ഞാൻ അവളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് തിരിച്ചു നോക്കിയതും രചന വരികയാണ്. അവർ രണ്ടുപേരും പരസ്പരം കണ്ണും മെഴിച്ച് നോക്കുക. ആകാശിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായൂല്ല. അങ്ങനെ രചന താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ പറ്റിയത്, എന്താ മഹേഷ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചതും പിന്നെ മഹേഷിന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. മഹേഷ് കൈ ഉയർത്തി നമ്മുടെ രചനയെ തല്ലാനായിട്ട് പോവാണ്. ആ സമയത്ത് തന്നെ ആകാശ് കൈ കയറി പിടിക്കുകയാണ്. ഇതുകൊണ്ടിപ്പോഴേക്ക് വേണ്ട മഹേഷേ, വേണ്ട, ഇതെൻ്റെ വീടാണ്, ഞാനാണ് ഇവൾക്ക് ചെല്ലിനും ചെലവിനും ഒക്കെ കൊടുക്കുന്നത്. അപ്പം എൻ്റെ മുന്നിൽ വെച്ച് ഞാൻ സംരക്ഷിക്കുന്ന പെണ്ണിൻ്റെ ദേഹത്ത് നീ കൈവെക്കോ? അതിന് ഈ ആകാശ് മേനോൻ സമ്മതിക്കില്ലല്ലോ മഹേഷേ. നിന്റെ അഭ്യാസമൊക്കെ നിന്റെ വീട്ടിൽ മതി, എൻ്റെ വീട്ടിൽ വെച്ച് ഇത് വേണ്ട എന്നിങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനാകെ കാല് വരികയാണ്. എടാ, നിനക്ക് ഇവളെക്കുറിച്ച് അറിയില്ല. എടി സത്യം പറ, അന്ന് ആക്സിഡൻ്റ് ആയില്ലേ, ആ സമയത്ത് ഞാൻ നിന്നോട് പല കാര്യങ്ങളും ചോദിച്ചായിരുന്നു രചനെ. അപ്പോൾ നീ പറഞ്ഞത് ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് നിനക്കറിയില്ല, ആകാശ് മേനോനാണെന്ന് തോന്നുന്നു. ആക്സിഡൻ്റ് ആ ഇതിൽ നമ്മുടെ ആകാശ് നിൽക്കുന്നതായിട്ട് നീ കണ്ടുവെന്നും നീ എന്നോട് പറഞ്ഞില്ലേ. ഇത് കേട്ട് ആകാശ് ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ആകാശ് ഇങ്ങനെ രചനയെ തന്നെ നോക്കുകയാണ്. അയ്യോ ആകാശേ, മഹേഷ് പറയുന്നത് മുഴുവനും കള്ളത്തരോ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രചന, എൻ്റെ മുന്നിൽ അഭ്യാസം ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കിപ്പോൾ ആകാശിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണം, അതിനു വേണ്ടിയാ നീ പറയുന്നതെന്നറിയാം. പക്ഷേ നീയാണിതിന് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കി രചന. നീയാണ് ഈ ഒരു ആക്സിഡൻറ്റിന് പിന്നിൽ. എന്തിനാ മഹേഷേ, ഞാനെന്തിനാ മഹേഷിനെ കൊല്ലാനായിട്ട് നോക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? മഹേഷിന് ഞാൻ ആരും അല്ലായിരിക്കും, പക്ഷേ എൻ്റെ 2 മക്കളുടെ അച്ഛനല്ലേ മഹേഷ്. ആ അച്ഛൻ ഇല്ലാതാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം മഹേഷേ. മഹേഷ് അങ്ങനെയൊന്നും പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നിർത്തടി, നിന്റെ അഭ്യാസം നിർത്ത്. നീ എന്നെ ലക്ഷ്യം വെച്ചല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് എനിക്കറിയാം. ഈഷിതയെ ലക്ഷ്യം വെച്ച് ഈഷിതയെ നിനക്ക് ഇല്ലാതാക്കണം, എന്നിട്ട് നിനക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതല്ലേടി നിന്റെ മോഹം. ഇതെല്ലാം കേട്ടു നിന്ന് ആകാശിനെ ഭയങ്കരമായിട്ടും ഇൻസൾട്ട് ആവുകയാണ്. ഭയങ്കര ചമ്മി നാറിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും രചന പറയാണ്, ആകാശേ, ഇയാൾ പറയുന്നത് മുഴുവനും പച്ച കള്ളോ, നമ്മളെ രണ്ടുപേരെയും തെറ്റിക്കാൻ വേണ്ടിയാ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതെ, നീ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോ. പക്ഷേ രചന, തെളിവുകളുണ്ട്, തെളിവുകൾ. എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞത് പ്രാഞ്ചിയാണ്. ഞാൻ എന്താ പ്രാഞ്ചിയെ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? പ്രാഞ്ചിയും സുമിയും ചേർന്നാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. നീ പൈസയും കൊടുത്തു, കൊട്ടേഷൻ കൊടുത്തു. എന്നിട്ട് എൻ്റെ മുന്നിൽ നീ അഭ്യാസം ഇറക്കരുത് രചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പൊളിച്ചെടുക്കുന്ന രീതിയിലൂടെ സംസാരിക്കുകയാണ്. രചന പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ. അങ്ങനെ രചന നേരെ ആകാശിനടുത്ത് ചെല്ലുക. ആകാശ്, ഇതൊന്നും വിശ്വസിക്കരുത് ആകാശേ, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ആകാശേ, ഇയാൾ കള്ളം പറയാണ്. പിന്നെ എന്തുകൊണ്ടാണോ താന് എൻ്റെ പേരിൽ കേസ് കൊടുക്കാത്തത്? പോലീസിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രചന, നീയേ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ മക്കളുടെ അമ്മയാണ് നീ. അപ്പോൾ പിന്നെ ഞാൻ കേസ് കൊടുക്കില്ലെന്ന് അറിയാം. കാരണം നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കാണത് അപമാനം. കാരണം അവരോട് പലരും ചോദിക്കും, നിന്റെ അമ്മ ജയിൽ പുള്ളിയാണോന്ന്. അത് എൻ്റെ മക്കൾക്ക് അപമാനം തന്നെയാണെന്ന് മഹേഷ് പറയാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും മഹേഷേ, അങ്ങനെയാണെങ്കിൽ എന്നെ പോലീസിൽ തന്നെ കൊണ്ട് ഏൽപ്പിക്കുക. മക്കളുടെ കാര്യമൊന്നും മഹേഷ് നോക്കേണ്ട ആവശ്യമില്ല. നോക്കണോടി, കാരണം നിനക്ക് മക്കളെക്കുറിച്ച് ചിന്തയില്ലെങ്കിലും എനിക്ക് ആ ചിന്തയുണ്ട്. എൻ്റെ മക്കളാണ് അവര്. അപ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഓർക്കണം, മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെയാടി നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടാത്തത് ഞാൻ. തെളിവുകൾ സഹിതം നിന്നെ കൊണ്ട് ഇടാൻ എനിക്കറിയാം. പ്രാഞ്ചിയെ എല്ലാവരും വിളിച്ചു വരുത്തി അവരെ കൊണ്ട് സത്യം പറയിപ്പിച്ച് നിന്നെ അകത്താക്കാൻ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല. പക്ഷേ മഹേഷ് അത് വിട്ടു.
നിന്നോട് വന്ന് 2 വർത്തമാനം പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് പോവുക. അപ്പോൾ നമ്മുടെ ഈ ആകാശ് ആകെ കാലി കൊണ്ടൊരവസ്ഥ നിൽക്കുകയാണ്. ആകാശേ, ഇതൊന്നും വിശ്വസിക്കരുത് ആകാശേ, അയാൾ പറയുന്ന മുഴുവനും കള്ളത്തരമാണ്. ഞാൻ എന്തിനാണ് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ നോക്കുന്നത്, എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രചന, അവൻ്റെ മുന്നിൽ നീ ഒരുപാട് ഷോ കാണിച്ചു, ആ ഷോ ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കരുത്, വില പോകില്ല. സത്യം പറയ രചന, നീയല്ലേ ഇഷിതയെ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ, ഇഷിതയെയും മഹേഷിനെ തെറ്റിപ്പിരിപ്പിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല ആകാശേ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് രചനയുടെ കാരണം നോക്കി ഒപ്പട്ടക്കെന്നും പറഞ്ഞു ഒറ്റ പൊട്ടിയിലാണ്. പറയടി, ഞാൻ പറഞ്ഞല്ലോ, ഈ എൻ്റെ മുന്നിൽ സത്യം പറഞ്ഞാൽ മതിയാവുള്ളൂ. നീ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ നോക്കി, അതിനു വേണ്ടിയല്ലേ നീ ഇഷിതയെ കൊല്ലാൻ നോക്കിയത് എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല, ഞാൻ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ നോക്കിയില്ല, സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ശരിയാക്കും ഞാൻ മോന്തിടിച്ചതിൻ്റെ കാലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് ഉയർത്തുകയാണ്. വേണ്ട, ഞാൻ സത്യം പറയാം, ഞാൻ തന്നെ ഇഷിതയെ കൊല്ലാൻ നോക്കിയത്. അങ്ങനെ വാ, പക്ഷേ ആകാശേ, ഞാൻ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കയറി പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇഷിതയെ കൊന്നേ പറ്റുള്ളൂ, അതിന് മാത്രമേ സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ആകാശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് കൊണ്ടൊരു കളി കളിക്കണം. ഇവള് പറയുന്ന മുഴുവനും കള്ളത്തരമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ നിന്ന് തുടങ്ങണം. അത് പിന്നെ രചന, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഇഷിതയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ മഹേഷിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അതിനെ കൂട്ടു നിൽക്കണം. അത് ശരിയാണ്. പക്ഷേ മഹേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇഷിതയെ നീ കൊന്നാലും മഹേഷിൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുങ്ങൾക്കും സ്ഥാനമില്ല എന്ന്. അപ്പം അതുകൊണ്ട് മഹേഷ് എന്നുള്ളൊരു സ്വപ്നം നീ അങ്ങോട്ട് മറന്ന് കളഞ്ഞേക്ക്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇനി ഇഷിതയെയും മഹേഷിനെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് കളിക്കുകയും ചെയ്യാം, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ ആകാശ് അവിടെ നിന്ന് പോവാണ്. രചനയ്ക്കാണെങ്കിൽ ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്, എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അങ്ങനെ നമ്മുടെ ആകാശ് നേരെ സുമിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. സുമിയെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, ആകാശേ, അതെ, നീയും രചനയും കൂടി സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഇപ്പോൾ രചനയെ തന്നെ പിടിക്കാനാണല്ലേ, അപ്പം എന്നെ ഒഴിവാക്കിയിട്ട് രചനയെ തന്നെ കൂട്ടുകൂടാന്ന് വിചാരിച്ചല്ലേ? സുമി, അതൊക്കെ സുമിയുടെ വെറും തോന്നലാണ്. രചന, അവൾക്ക് എന്നോട് ഒരു കൂറുമില്ല. അവളെ പിന്നെ ഞാൻ എന്തിനാ നിലക്ക് നിർത്തുന്നത്? എല്ലാം കൊണ്ടും യോഗ്യത നീ തന്നെയാണ് സുമി. രചനയെന്ന് പറയുന്നത് ഒരു കല്യാണം കഴിച്ച് 2 പിള്ളേരുള്ള അവളെ എന്തിനാണ് ഞാൻ ചെലവും കൊടുത്തൊക്കെ പോറ്റി നിർത്തുന്നത്? അതിൻ്റെ കാര്യമല്ല. സുമി ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആണെന്ന് പറയാണ്. അത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളെല്ലാം നടക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും, അതേ സുമിയാണ് എൻ്റെ ഇത്. സുമിയുടെ കൂടെ നിന്നാൽ നമ്മൾ രണ്ടുപേരും ബിസിനസ്സുകാരാണല്ലോ, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി നല്ല കൃത്യമായിട്ട് പോകുക തന്നെ ചെയ്യും. പക്ഷേ എൻ്റെ പണ്ടത്തെ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും എനിക്ക് മാറ്റില്ല കേട്ടോ. എന്ത് തീരുമാനം? അല്ല, ലിവിങ് ടുഗദർ അല്ല, രചനയെ പോലെ നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നമുക്ക് 2 പേർക്കും കല്യാണം കഴിക്കണം, അങ്ങനെ ഒന്നിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അയ്യോ സുമിക്ക് എൻ്റെ ജീവിത ശൈലികളെല്ലാം അറിയാലോ. ഞാൻ രചനയെ കൂട്ടുകൂടി, അപ്പം രചനയെ ഇങ്ങനെ നോക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമായിരുന്നില്ലേ? അതിനോട് എനിക്ക് താല്പര്യമില്ല. ഈ കുടുംബജീവിതത്തോട് എനിക്ക് താല്പര്യമില്ല. ഈ ആകാശ് മേനോന് ഇതേപോലെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് സുമിയുടെ മുഖത്ത് നോക്കി തന്നെ പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.